കെ.ടി. ജലീൽ പൊതുവേദിയിൽ വെച്ച് വിദ്യാർത്ഥിയോട് പെരുമാറിയ രീതി ശരിയല്ലെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. ഇപ്പോൾ ജലീൽ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഭാവിയിൽ ജലീലിന് തെറ്റ് സമ്മതിക്കേണ്ടി വരും. പഴയ കാലമല്ല ഇത് എന്ന് ജലീൽ മനസ്സിലാക്കണം. കെ.പി.സി.സിക്ക് നാഥനില്ലാത്ത ഒരവസ്ഥയും ഇപ്പോൾ ഇല്ലെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. പഴയ കാലമല്ല ഇത് എന്ന തിരിച്ചറിവ് പൊതുപ്രവർത്തകനും അധ്യാപകനുമായ കെ.ടി. ജലീലിന് ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. രക്ഷിതാക്കൾക്ക് പോലും ഇപ്പോൾ മക്കളെ കായികമായി ശിക്ഷിക്കാൻ അധികാരമില്ല. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടിയുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ആരും ചെയ്യാൻ പാടില്ല. പൊതുവേദിയിൽ വെച്ച് കെ.ടി. ജലീൽ കുട്ടികളോട് അങ്ങനെ പെരുമാറിയത് ശരിയായില്ലെന്നും മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. പഴയ കാലഘട്ടം പോലെയല്ല. മുമ്പൊക്കെ നമ്മൾ പറയാ കുട്ടികളെ അടിച്ചു വളർത്തണം എന്നുള്ള രീതിയിലാണ് പറയാം. പക്ഷേ കാലം ഇന്ന് മാറിക്കഴിഞ്ഞു. ഇന്ന് രക്ഷിതാക്കൾക്ക് പോലും ഇന്ന് കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. ആ രീതിയിലാണ് ഇന്ന് കാലത്തിൻ്റെ ഒരു മാറ്റം. കാലത്തിൻ്റെ മാറ്റമല്ല, അതാണ് ശരി എന്നാണ് പറയുന്നത്. ഒരു രീതിയിലും കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടികൾ ഒന്നും ഉണ്ടാവരുത്, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. രക്ഷിതാക്കൾ ചെയ്താൽ പോലും രക്ഷിതാക്കളെ കൗൺസിലിംഗ് നടത്തണം എന്നാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുവേദിയിൽ വെച്ച്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഒരു പൊതുവേദിയിൽ വെച്ച് മറ്റു കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തി, നമ്മൾ കുട്ടികളാകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകളുണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് തന്നെ അതിനകത്ത് ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അതവരെ കുട്ടികളെ മറ്റവരുടെ ഇടയിൽ വല്ല മോശക്കാരായി കാണിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ പ്രയാസം വളരെ വലുതായിരിക്കും. ജലീൽ ഇപ്പോൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന് തന്നെ തിരുത്തേണ്ടി വരും. അത് പഴയ കാലത്ത് നിന്നുകൊണ്ടല്ല, പുതിയ കാലത്ത് നിന്നുകൊണ്ട് ജലീൽ ചിന്തിച്ചാൽ ജലീലിന് അത് തെറ്റു പറയേണ്ടി വരും. ജലീൽ ഇപ്പോഴും നിൽക്കുന്ന പഴയ കാലത്ത് നിന്നുകൊണ്ടാണ് അത് മറുപടി പറയുന്നത്. അതിനെ ന്യായീകരിക്കലല്ല, അതൊരു നല്ല സന്ദേശമല്ല സമൂഹത്തിന് കൊടുക്കുന്നത്. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കെ.പി.സി.സിക്ക് നിലവിൽ നാഥനില്ലാത്ത അവസ്ഥയില്ല. ഐ.സി. ജനറൽ സെക്രട്ടറിയും പറഞ്ഞ ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. പാർട്ടിക്ക് നാഥനുണ്ട്, പാർട്ടിക്ക് പ്രസിഡന്റ് ഉണ്ടല്ലോ. കണ്ണൂരിൽ നിന്നുള്ള പ്രസിഡന്റ് പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ സണ്ണി ജോസഫ്. ഞാൻ വർക്കിംഗ് പ്രസിഡന്റാണ്. പാർട്ടിക്ക് ഭാരവാഹികളുണ്ട്. ഇവിടെ തന്നെ കെ.പി.സി.സിയുടെ ഭാരവാഹികൾ ഇവിടെ ഉണ്ടല്ലോ. പ്രശ്നങ്ങളൊന്നുമില്ല, ഇതേ രീതിയിൽ പോയാൽ മതിയോ? അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കുക. എങ്ങനെ പോകണം, എപ്പം മാറണം എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഉള്ള താൽക്കാലിക പ്രസിഡന്റ് അല്ല, സ്ഥിരം പ്രസിഡന്റാണ്. അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം തന്നെ മാറാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ മാറണം, എങ്ങനെ മാറണം, പകരം ആര് വരണം, അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. മന്ത്രിസ്ഥാനം വഹിക്കുന്നതുകൊണ്ട് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ സണ്ണി ജോസഫ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അനാവശ്യ ധൃതിയുടെ ആവശ്യമില്ലെന്നും കെ.പി.സി.സിയുടെ പ്രവർത്തനം കൃത്യമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.